പായസങ്ങളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസമാണ് സേമിയ പായസം. നമസ്കാരം. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് ടിപ്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയാൽ സാധാരണ ഉണ്ടാക്കുന്ന സമയത്തിനെക്കാട്ടിലും കുറച്ചും കൂടിയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ ഞാൻ ജവ്വരി മിക്സ് ചെയ്തിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കുന്നത്. ജവ്വരി മിക്സ് ചെയ്യുന്നത് ഓപ്ഷണലാണ്. ഇഷ്ടമാണെങ്കിൽ മാത്രം മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ സേമിയ മാത്രം വെച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ജവ്വരി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ജവ്വരിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി പാനിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ ജവ്വരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് ജവ്വരിനെ വേവിച്ചെടുക്കുമ്പോൾ ജവ്വരി അടി പിടിക്കാനുള്ള ചാൻസ് കുറച്ച് കുറവായിരിക്കും. ലോ ഫ്ലെയിമിൽ ജവ്വരി ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ജവ്വരി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേറൊരു പാനിൽ നമുക്ക് സേമിയനൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി പാനിലേക്ക് ഞാൻ 3 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അണ്ടിപ്പരിപ്പിനെ കൂടുതൽ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മിനിറ്റ് അങ്ങനെ അതിൻ്റെ ശേഷം ഇതിലേക്ക് 1/2 കപ്പ് മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. മുന്തിരിയും അണ്ടിപ്പരിപ്പും അധികം റോസ്റ്റ് ആക്കാതെ തന്നെ 1 കപ്പ് സേമിയ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ നല്ല നൈസായിട്ടുള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും അധികം റോസ്റ്റ് ആവേണ്ടി തന്നെ നമ്മൾ സേമിയ ഇട്ടിട്ട് റോസ്റ്റ് ആകുമ്പോൾ സേമിയ റോസ്റ്റായി വരുമ്പോഴേക്കും നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി റോസ്റ്റായി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നമ്മുടെ സേമിയ ലൈറ്റായിട്ട് ചുവന്ന കളറ് വന്നതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. സേമിയ വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി, കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സേമിയ വന്നിട്ട് വെള്ളത്തിൽ വേണം വേവിച്ചെടുക്കാൻ. എന്തെന്ന് വെച്ചാൽ സേമിയ ഒരു 5 മിനിറ്റ് മതി വെള്ളത്തിൽ വെന്ത് വരാൻ, അധികം നേരം വേണ്ടി വരില്ല. പാലിലാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ നേരം വേണ്ടി വരും. എന്തെന്ന് വെച്ചാൽ അതിൽ ഫാറ്റ്സ് ഒക്കെ ഉള്ള കാരണം കൊണ്ട്. അപ്പോൾ ഒരു 5 മിനിറ്റ് അതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നമ്മുടെ സേമിയയുടെ വെന്ത് വന്നിട്ടുണ്ട്, അധികം വെള്ളമൊന്നുമില്ല. ഇനി നമുക്കിവിടെ വേവിച്ച് വെച്ച ജവ്വരി നോക്കാം. അതുകൂടി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്, അതിലും കൂടി അധികം വെള്ളമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച സേമിയനെ ഇട്ടുകൊടുക്കാം. ജവ്വരിയും സേമിയനെയും പതുക്കനൊന്ന് മിക്സ് ചെയ്യാം. പാല് ഒഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ ഇതിലേക്ക് ഞാനൊരു 3/4 കപ്പ് പഞ്ചസാര ഇട്ടിട്ട് മിക്സ് ചെയ്യാണ്. ഇത് വന്നിട്ട് നമ്മൾ പാലൊഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ വേണം ചെയ്യാൻ. നന്നായിട്ടൊന്ന് മിക്സാക്കാം. അപ്പോഴാണ് സേമിയയിലും ജവ്വരിയിലും മധുരം നന്നായിട്ട് പിടിക്കുള്ളൂ. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് പതുക്കനൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാം. അപ്പോൾ നന്നായിട്ട് സേമിയയിലും ജവ്വരിയിലും മധുരം നന്നായി പിടിക്കട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് അതിൻ്റെ ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സേമിയയിലും ജവ്വരിയിലും നന്നായിട്ട് മധുരം പിടിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ നല്ല തിക്ക് പാല്, ഞാൻ തിളപ്പിച്ച പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/2 ലിറ്റർ പാല് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് പതുക്കനൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കട്ടി ഇല്ല, വെള്ളം കൂടുതലായോ എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇത് നമ്മളൊരു 15 മിനിറ്റ് അതിൻ്റെ ശേഷം വേണം സെർവ് ചെയ്യാൻ. സ്റ്റൗവ് ഓഫ് ചെയ്യാം. എന്നു വെച്ചാൽ തിളച്ച പാലാണ് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. 1 ടീസ്പൂൺ ഏലക്കായ പൊടി ചേർക്കുന്നുണ്ട്. ഒരു 4-5 കുങ്കുമപ്പൂവിൻ്റെ തണ്ടും കൂടി ഇതിലേക്ക് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് അതിൻ്റെ ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ 15 മിനിറ്റ് അതിൻ്റെ ശേഷം ഞാൻ തുറന്ന് നോക്കുകയാണ്. നമ്മുടെ തിക്നെസ് ഒന്ന് നോക്കാം. കുറച്ച് പായസം കട്ടിയായിട്ടുണ്ട്. ഈ തിക്നെസ് ഉണ്ടാവും പായസത്തിന്. അപ്പോൾ ഇനി നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ, ജവ്വരിയും ചേർത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് ജവ്വരിയൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ മുന്തിരിയും അണ്ടിപ്പരിപ്പും അധികം റോസ്റ്റ് ആവാതെ തന്നെ അതിലേക്ക് തന്നെ നമ്മുടെ സേമിയ ഇട്ടിട്ട് നമുക്ക് ഒപ്പം തന്നെ എല്ലാം നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ സേമിയ റോസ്റ്റ് ആവുന്നതോട് കൂടെ തന്നെ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പും കൂടി റോസ്റ്റായി വരും. പിന്നെ സേമിയ വന്നിട്ട് വെള്ളത്തിൽ വേവിക്കാം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റൊക്കെ മതി സേമിയ വേവാൻ. അതിനുശേഷം പാലൊഴിക്കുന്നതിനെക്കാട്ടിലും മുന്നേ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം, ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കുക. അപ്പോൾ അതിൽ നന്നായിട്ട് മധുരം പിടിക്കും. എന്നിട്ട് തിളച്ച കട്ടി പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുങ്കുമപ്പൂ ഇട്ടിട്ട് നമ്മുടെ ഏലക്കായപ്പൊടിയും കുങ്കുമപ്പൂവും ഇട്ടത് ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ പായസത്തിന് നല്ലൊരു മണവും നല്ലൊരു കളറും, ലൈറ്റ് മഞ്ഞ കളറും കൂടി ഉണ്ടാവും.
അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ റെസിപ്പി വരുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്